ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6th സെമ്മിൻ്റെ എൻവിറോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വേണ്ട അല്ലേ? ഇത് 80 മാർക്കിൻ്റെയാണ്. അപ്പോൾ അത് വേണ്ട. ഓക്കെ, 60 മാർക്കിൻ്റെയാണ് നമുക്കുള്ളത്. ഞാൻ അതിൻ്റെ മുന്നത്തെ ബാച്ചാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 2022 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു പാറ്റേൺ ആണുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് എൻഡമിസം എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്. അബയോട്ടിക് ഫാക്ടേഴ്സ്, എക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചൊരു അക്കൗണ്ട് ചെയ്യാം. അംബർല സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരു എക്സാമ്പിൾ കൊടുക്കാം. പൈനിയർ കമ്മ്യൂണിറ്റി എന്താണ്, അതിന് എക്സാമ്പിൾ കൊടുക്കാം. എൻവിറോൺമെൻറ്റൽ സയൻസ് പൊതുവേ എന്താണ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പക്ഷേ നമ്മൾ എത്ര എഴുതിയാലും മാർക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള പേപ്പറാണ് എൻവിറോൺമെൻറ്റൽ സയൻസ്. നന്നായിട്ട് എഴുതണം, നന്നായിട്ട് ഒരു ജനറൽ നോളജ് കുറച്ചുകൂടെ വേണ്ട ഒരു പേപ്പറാണ് എൻവിറോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം, നമുക്ക് പേപ്പറിലേക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നോയ്സ് പൊല്യൂഷൻ്റെ ചീഫ് സോഴ്സസ് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്നതുകൊണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണ്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ പോപ്പുലേഷൻ? പിന്നെ പ്രൈമറി സക്സഷനും സെക്കൻഡറി സക്സഷനും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ IUCNൻ്റെ റോൾ എങ്ങനെയാണ് കൺസർവേഷൻ സ്ട്രാറ്റജിയിൽ? പിന്നെ ഇമ്പോർട്ടൻസ് വാല്യൂ ഇൻഡെക്സിനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട്. പിന്നെ എന്താണ് ലെൻഡിക് എക്കോസിസ്റ്റം, എന്താണ് BOD. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ കോമൺ ത്രെഡ്സ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സ്ട്രാറ്റജീസ്, അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സ്ട്രാറ്റജീസ്, അതായത് നമ്മളെ ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, അതൊക്കെ നല്ല എളുപ്പമുള്ള പോർഷൻസാണ്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസുമാണ്. നമുക്ക് ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്താണ്? ബയോസ്ഫിയർ റിസർവ്സ് എന്താണ്? പിന്നെ സോയിൽ പൊല്യൂഷൻ്റെ മേജർ സോഴ്സസ് എന്തൊക്കെയാണ്? പിന്നെ ഇന്ത്യയിലെ എൻവിറോൺമെൻറ്റൽ ലെജിസ്ലേഷൻസ്. പിന്നെ പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ എക്കോസിസ്റ്റം, ഒരു എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റീനെ കുറിച്ചിട്ട് അക്കൗണ്ട് എഴുതാൻ. പിന്നെ അടുത്ത വന്നിട്ടുള്ളത് എന്താണ്? മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ അഡാപ്റ്റേഷൻ ഓഫ് ഹൈഡ്രോഫൈറ്റ്സിൻ്റെ മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ അഡാപ്റ്റേഷൻ. ഇത് ഹൈഡ്രോഫൈറ്റ്സിൻ്റെത്, സീറോഫൈറ്റ്സിൻ്റെത് എല്ലതും ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നത്. എസ്സേ ടൈപ്പിൽ നമുക്ക് കാർബൺ സൈക്കിൾ സ്കീമാറ്റിക് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉള്ളത്. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സസും അതിൻ്റെ എഫക്ട്സും ആണ്. പിന്നെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന വേരിയസ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻവിറോൺമെൻറ്റൽ സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസൊക്കെ വളരെ എളുപ്പമായിരിക്കും, പക്ഷേ ആൻസർ എഴുതി നമുക്ക് മാർക്ക് കിട്ടാനാണ് ഈ ഒരു പേപ്പറിൽ കുറച്ച് പാടുള്ളത്. അപ്പം നന്നായിട്ട് കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ എൻവിറോൺമെൻറ്റൽ സയൻസ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിലെല്ലാ പോർഷൻസൊന്നും എനിക്ക് അറിയാമെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഓവറായിട്ട് കോൺഫിഡൻ്റ് ആവരുത്. കാരണം ഓരോ പോർഷനും നമുക്ക് എന്താണ് നമ്മൾ അറിയാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എഴുതുമ്പോൾ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ പഠിച്ചിട്ട് തന്നെ പോകുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻവിറോൺമെൻറ്റൽ സയൻസിൽ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷനാണ്, ഏതൊക്കെ ടോപ്പിക്സാണ് എൻവിറോൺമെൻറ്റൽ സയൻസിൽ ക്ലാസ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.